ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു റോഷൻ ചെന്നൈയിൽ പോകണമെന്ന്. അപ്പോൾ നമുക്ക് അവനെ കൊണ്ടാക്കണം, പിന്നെ അവന് ഫുഡ് മേടിച്ചു കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവൻ 8 മണിക്കാണ് ട്രെയിൻ. ഇപ്പം എത്ര മണിയായി സായിസ് ബ്രോ? ഇപ്പോൾ സമയം 6:59. ഓക്കെ, അപ്പോൾ ഇനി 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സായിസ് ബ്രോ ഇങ്ങോട്ട് താനായിട്ട് അപ്പം നമുക്ക് ഇനി പോയി റോഷനെ പോയി വിളിക്കാം. നമുക്ക് റോഷനെ പോയി വിളിക്കാം. കേക്ക് തുറ സോറി ഫോണങ്ങ് ഓഫ് ചെയ്ത് കേൾക്കുന്ന പോയിട്ട് വാ. നിന്റെ കുറുമ്പ് നിർത്ത് നീ ഈ സമയം. നാളെ നമ്മള് മന്തി കഴിക്കാൻ സൺഡേ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റോഷൻ ഇല്ല എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്നത്. വളരെ വിഷമമുണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ഇട്ടാണ് ട്യൂസ്ഡേ കഴിക്കാന്ന് വെച്ചാൽ നമ്മള് ആബിദില്ല, എംപ്ലോയീസിനാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി. സത്യം, അത് നാളെ നിഹാലിന്റെ ചെലവല്ലേ? നാളെ നിഹാലിന്റെ ചെലവ്, ആബിദിന്റെ ശമ്പളം കിട്ടിയപ്പോഴും എനിക്ക് ചെലവിട്ടില്ല. നീ ഇങ്ങോട്ട് വരണ്ടേ? അത് നമ്മളെ കുഴപ്പമാണ്. അതാ വന്ന് എംപ്ലോയിഡ് വന്നു. ഇവനും തുടങ്ങിയ എന്റെ റബ്ബിൽ അല്ല മീൻ. അങ്ങനെ നമ്മളുടെ ഞാൻ ആദ്യം പറയേ പോട്ട് എന്ത് പറയാ ഉമ്മ വിളിച്ചത്. അതിൽ വേസ്റ്റ് കളയാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ പോണ. ഇവിടെ ഹൈലി സെറ്റപ്പാണ്. സോ നമുക്ക് ഇതൊക്കെ കുഴിയിലൊക്കെ ആബിദ് വന്നാൽ പണി പാടും. ആബിദൊക്കെ കുഴി വീണ പണി പാടും. പ്രോപ്പർ കമ്പോസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ സാധിക്കുന്നത്. അടിപൊളിയായിട്ട് കമ്പോസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വേസ്റ്റ് നല്ല രീതിക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കളയാൻ പറ്റണം. 8 മണിക്ക് റോഷൻ ജനറലി കയറി വിത്തൗട്ട് ടിക്കറ്റ് ആണ് ചെന്നൈ പോകാൻ പോണത്. ഒരു വൃത്തികെട്ട ഒരുത്തനാണ് ആബിദ്. ഞാൻ പ്രാർത്ഥിക്കാം ഇന്ന് TTR പിടിക്കും. TTR എന്താടാ? സോറി. എന്താ നിങ്ങൾ അറിഞ്ഞൂടാത്ത ഒരു ഫേസ് അതിലുണ്ട്. അതിൽ കൃഷിയിലുണ്ട്. ഇത് പിണ്ണാക്ക് കലക്കുകയാണ് പശുവിനെ. ആവിന്റെ സർബത്ത് വെള്ളം വേണോ? വേണ്ട, അവൻ കളയുന്നു പറഞ്ഞു. അവൻ ആദ്യം കേക്കാന്ന് പറഞ്ഞാ നെയ്ബേഴ്സിനൊക്കെ ആദ്യം അത് റോഷന് കേക്കാന്ന് പറഞ്ഞാ കൊണ്ടുവന്ന. റോഷന്റെ ഒരു മുഖം കാണുമായിരുന്നു. സോ ഗൈസ്, നിങ്ങളെന്നെ മിസ് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. എന്നാലും ഞാൻ ഓൺലൈനായിട്ട് വ്ളോഗി വരുന്നതായിരിക്കും. അപ്പോൾ സോ ഗൈസ് ബൈ. ഞാൻ ചെന്നൈ പോയിട്ട് വരാം. നമ്മുടെ ആബിദ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റൈലായിട്ടല്ലേ ബ്രോ? സെറ്റ് മുടി നോക്കട്ടെ. കുഴപ്പമില്ല, രാവിലെ തൊട്ട് കെട്ടി വെച്ചിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഒരു ബൈക്ക്, ഒരു സ്കൂട്ടർ. അപ്പം രണ്ടുപേരും വെച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഇവനെ കൊണ്ടിറക്കിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം ഗൈസ്. നമ്മൾ പണിക്കറി ഞാനും സായിസുമാണ്. ഓക്കെ, അപ്പം നമ്മൾ പമ്പിലോട്ട് പോയി പെട്രോൾ അടിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി റോഷനെ ഇറക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അവന്മാര് ബാക്കിലുണ്ട്. അവന്മാരെ കാണാൻ വയ്യ. ചൂസിലോ ചിതറിക്കുന്നു ഇവൻ ചിതറിക്കുന്നു. കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണത്തില്ല. ഇതെന്താ മലക്കറിക്കടേ? അങ്ങനെ
നമ്മൾ പോവാണ് സുഹൃത്തുക്കളെ. നമ്മളെ വിട്ട് റോഷൻ പോവുകയാണ്. നല്ല വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. വിഷമമുണ്ടോ? ഇല്ല. ഓ എന്താ തിരക്ക്, എന്താ തിരക്ക്. ഇവൻ പോയില്ലേ? ഓ ഇവനെ ഇറക്കിയില്ലേ? ശല്യം. അവിടെ എന്താ സംസാരം? അയ്യോ അല്ല, അയാളെ കൊണ്ടുപോയാ അവിടെ നിന്നാ കല്ലട ബസ് കൊണ്ടുപോയെന്നു. ഇവിടെ എല്ലാം തെറിവിളി തന്നെ. സൂപ്പർ, ഫുൾ തെറിവിളി, ഫുൾ തെറിവിളി. നമ്മൾ പോകുമ്പോൾ ഇടവഴി കൂടെയൊക്കെയാണ് കൈസ് പോകുന്നത്. വേറെ ഒന്നുമില്ല, അവിടെ ക്യാമറ ഉണ്ട്. സായിസിന് ഹെൽമെറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇടവഴി കൂടെ ഇരിക്കുന്നു. നമ്മൾ എന്നടിക്കുമ്പോൾ 2000 രൂപയ്ക്ക് നമ്മൾ 2000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ ടൈം എത്ര ബ്രോ? 1300. അയ്യോ 2000 പൂജ്യം പറഞ്ഞു. അതില് ലോഡാവുന്നില്ല. I don't know bro. ചതിച്ചു. നമുക്കിനി എന്നെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് വരാം ഗൈസ്. വെട്ടടിക്കുന്ന കണ്ണില് ചെറുതായിട്ട് ഫ്ലാഷ് ഓണായി കിടക്കുക. അതാ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അതിനകത്ത് അഴിഞ്ഞാടാ. തീർച്ചയായും നമുക്ക് അവിടെ കിടക്കാം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലൈസൻസ് കിട്ടും, മനസ്സിലായോ? പക്ഷെ ഞാൻ പ്ലാറ്റ്ഫോം എടുത്തിട്ടില്ല. ഞാൻ പണ്ട് ഇവിടെ വൈഫൈ വലിക്കാൻ വരുമായിരുന്നു. വൈഫൈ കൊണ്ട് അല്ല എന്താ മറ്റേ ഗൂഗിളിൽ കയറി ഫോൺ നമ്പർ ഒക്കെ അടിച്ചു കൊടുക്കാം. അത് ഹാക്ക് ആവും. നമ്മളെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് എന്താ ഗൂഗിൾ പേ പോലും ഇല്ലാത്ത. നമ്മളൊക്കെ ഹാക്ക് ചെയ്ത പൈസ ഇല്ല. 6ാം ക്ലാസ്സിൽ ആർക്കടാ ഫോണും കാര്യം. പണ്ടത്തെ കാര്യം ഇറങ്ങി, ഇപ്പോഴത്തെ കാര്യമില്ല. ഇത്രയും ക്യാമറയുടെ ഉള്ളിൽ കൂടെ അല്ലേ വന്നു. റോഷൻ പോണ പോക്ക് കണ്ട. I'm so lonely like an angel. I'm so lonely. Saya sapne. Ha? ഓ ഇടിച്ച്. റോഷൻ അവിടെ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. നമ്മൾ നാളെ മന്തി കഴിക്കാൻ പോണെന്ന് പറഞ്ഞു റോഷൻ. എനിക്ക് നല്ല ഹേർട്ടായി. അത് ഹേർട്ടായി. അതിനുശേഷം അവൻ മിണ്ടിയിട്ടില്ല. പോലീസുകാർ നമ്മൾ നോക്കുന്നുണ്ട്. ചിലപ്പോ നമുക്ക് പോ മാറ്റാതെ വീഡിയോ എടുക്കും. തിരിച്ചിരി വരവില്ല. റോഷൻ ഞങ്ങള് പറഞ്ഞത് എനിക്ക് ഹേർട്ടായോ? എന്തുവാ നാളെ മന്തി കഴിക്കാൻ പോയത്? ആയാലെന്താ ഇല്ലെങ്കിൽ എന്താടാ? ഓ ആ കണ്ണീര് തുടച്ചിട്ട് പറയടാ. ബ്രോ എന്തിനാ ബ്രോ ഇവിടെ നിൽക്കുന്ന? പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ. എത്ര എണ്ണം? എന്തിനാ? 3 എണ്ണം. ഓക്കെ 30 രൂപ. എന്റെ ആളാണ് അവൻ. റോഷൻ എവിടെ? നിങ്ങളാ എന്റെ മന്തി കഴിക്കാൻ തന്നിട്ട് പോടാ. കൊറേ ഉണ്ടല്ലോടാ അതിനകത്ത്.
ഐസിന്റെ മുഖം കണ്ട അറിയാം കള്ള ലക്ഷണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നുണ്ട്. 3 പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ഒരു നോർമൽ ടിക്കറ്റ്. പിന്നെ നമ്മൾ മൈക്ക് വാങ്ങിയപ്പോൾ കാശൊന്നും നോക്കിയില്ല, കണ്ടില്ലേ? കണ്ട, ഞാൻ എൻ്റെ പേഴ്സ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരാളെ സായിസ. ഇവനെ ഏൽപ്പിക്കാൻ പറ്റില്ല, മനസ്സിലായ? 10 രൂപ നിങ്ങൾ കണ്ടതല്ലേ 500-ൻ്റെ നോട്ട്. ഇത്രയുള്ള പേഴ്സിൽ 10 രൂപ. അപ്പോൾ റോഷൻ ചെന്നൈയിലോട്ട് പോകാൻ വേണ്ടി പ്ലാറ്റ്ഫോമിലോട്ട് കയറുകയാണ്. അപ്പം അങ്ങോട്ടാണ്, ഇങ്ങോട്ടെന്താ? ഏതെങ്കിലും വഴി ഓക്കെ. അപ്പം എന്താണ് പറയാനുള്ളത്? എന്താണ്? മിസ് ചെയ്യും. പക്ഷേ തിങ്കളാഴ്ചയും വരും. കാണിച്ചു പറഞ്ഞാൽ നമ്മുടെ ജങ്ക് കിടക്കുന്ന നമ്മളുടെ ജങ്ക് നമ്മൾ ഇങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്. ഗോഡൗൺ ആണ്, ഗോഡൗൺ ഇന്ത്യൻ റെയിൽവേ. അപ്പൊ നമ്മള് ഈ ബൾക്കായിട്ട് നമ്മൾ പുറത്തോട്ട് വിടും. ഈ ജങ്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡ് ആട്ടോ. അത് പറയാൻ പറ്റും. നമുക്കൊരു ബ്രാൻഡ് ഉണ്ട്, ഒരു ടയർ പോളിഷിന്റെ ബ്രാൻഡ് ഉണ്ട്. അപ്പം അതിന്റെ പേരാണ് ജങ്ക്. ഈ മൈക്കിന്റെ ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇത് കൊല്ലമാണ്, അപ്പൊ നാട്ടുകാർ മൊത്തം നമ്മൾ നോക്കും. അത് വേറെ കാര്യം, അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. ശരി, അത് നോക്കിയിരുന്നാൽ നമ്മുടെ കാര്യം നടക്കത്തില്ല. പിന്നെ അതേപോലെ ജങ്ക് നമ്മൾ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, കയറി നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യും. ഇൻസ്റ്റഗ്രാമിലാണ് കാര്യങ്ങളെല്ലാം. ഏത് പ്ലാറ്റ്ഫോം ഏതാ? പ്ലാറ്റ്ഫോം 2 പ്ലാറ്റ്ഫോം. പിന്നെ ജങ്കിന്റെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് ഇൻസ്റ്റഗ്രാം ആട്ടോ. നാളെ മന്തി. ആബിദ് എവിടെ? ഇറങ്ങുമ്പോ വിളിക്കാം. നമ്മൾ ഇവിടെ കിടക്കില്ല, നമ്മൾ കുറച്ച് ഇവിടെ 7:45. 8:45. ഇവിടെ 8:45 സമയമുണ്ട്. അവനിപ്പ വരും, അല്ലെങ്കിൽ ഇപ്പൊ വന്നേനെ. ഓക്കെ, ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാ ബാഗിങ് എറാ, ഞാൻ പിടിക്കാം, അങ്ങനെയൊക്കെ നമ്മള് പറഞ്ഞ ഇപ്പൊ പോവാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നിരിക്കും. വീലുള്ള ബാഗ് നമുക്ക് ഒരു ഇതും ഇല്ല, കണ്ണീച്ചോര് ഒരു അലിവും ഇല്ല. പോകുന്നവന്മാര് പോകുന്നതിന്റെ അന്നല്ല, അടുത്ത ദിവസം മന്തി. അതുകൊണ്ടാണ് നമ്മള് ഇവൻ പോകുന്നതിന്റെ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടത്. അതുകൊണ്ടാണ് ഇപ്പം പോകുന്നതിന്റെ അടുത്ത ദിവസം നമ്മള് നിഹാലിന്റെ ചെലവ് പറഞ്ഞു വെപ്പിച്ചെടുത്തത്. പ്ലാൻ ചെയ്തത്. ഇവരെന്താ പോവാത്ത? എന്നാ ഇതൊന്നും ആരും കാണത്തില്ല. ഇത് കയറി ഇപ്പൊ എറണാകുളത്ത് തന്നെ. എന്നാ ഒറ്റ മൈൻഡ് ഇപ്പൊ കേറാം. കൊച്ചി ടു കൊല്ലം, കൊല്ലം ടു കൊച്ചി, കൊച്ചി ടു എറണാകുളം. അവരെ പിടിച്ചേ, നമ്മളെല്ലാം വീട്. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞു. നമുക്ക് മെമു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എടുക്കത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് മെമു. ഈ മെമു എന്താന്ന് വെച്ചാൽ എറണാകുളം ടു കൊച്ചി, കൊല്ലം. അതാണ് എന്റെ അറിവിലുള്ളത്. ഇത് അങ്ങോട്ടുള്ള എന്തോ കാണിക്കുന്ന ഈ ബംഗാളി ബംഗാളിയുടെ കാര്യം. അപ്പൊ ഇതാണ് മെമു. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആകെ ഇല്ലാത്തത് പ്ലഗ് പോയിന്റ്. ശരിയാ, പ്ലഗ് പോയിന്റും കാര്യങ്ങളും ഇല്ല, ബാക്കി വേറെ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ ടിക്കറ്റിന് വെറും 35 രൂപയുള്ളൂ, മനസ്സിലായോ? ബാക്കിയല്ല 75, 85, 105 ഒക്കെയാണ്. ഇത് വെറും 35 രൂപ. 4 മണിക്കൂർ അടിക്കും കൊച്ചി ടു കൊല്ലം. ഈ ബംഗാളി എന്തോ കാണിക്കുന്നത്? ഗോട്ട് 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 ഗോട്ട്. അവന്റെ ഒരു ഫോൺ. ഓക്കെ, നമുക്കിനി പുറത്തോട്ട് പോകാം. നമുക്ക് എക്സ്പ്ലോർ തൂക്കി തൂക്കി നമ്മളെ തൂക്കി. എന്തിന് കൊടുത്താ പൈസ ഇല്ല. ഞാൻ ചോദിച്ചത് നീ തന്നോ? നീ ഒരു ഫേക്ക് ഫ്രണ്ട് അല്ലേടാ? തൂക്കി ഗൈസ്, ഞങ്ങളെ തൂക്കി. അവര് വഴക്ക് പറഞ്ഞു ഗൈസ്, ഞങ്ങളെ തൂക്കിയിരിക്കുന്നു. ഇറക്കി വിട്ടു ഗൈസ്, ഇറക്കി വിട്ടു. 35 രൂപയുള്ളൂ ഇതിന് ടിക്കറ്റ്. എന്നിട്ട് അമാര് ഷോ നോക്കി കാണാൻ എന്തി അവൻ കാണുന്നില്ലല്ലോ. പോയി പോയി പോയി. ഇടവട്ടം ഉണ്ടല്ലോ. എന്റെ കൈയുടെ ചൂടിറങ്ങി. അതല്ലേ എനിക്ക് ലോ അറിയാതെ പോയി. അതാ
നമ്മളെ അറിഞ്ഞോടാ അവർക്ക്. എന്തിയാടാ റോഷൻ? അയ്യോ റോഷനെ കാണുന്നില്ല. വിഷമം നോക്കി. എടാ ഹെഡ്സെറ്റ് പാട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളോട് ഷോ ഓഫ് നോക്കിക്കോണേ. ഇന്റെ തരാം. ആ ഇന്ന് പോയിട്ട് അയ്യോ മോശണം പട്ടാ പകൽ മോശം. റോഷന്റെ പെട്ടിതോ ബലമായി പിടിച്ചോണ്ട് വന്നു ഗൈസ്. ഓ ശരിയെന്നാ, ബാക്കി ചെന്നൈ കാണാം. റോഷ എത്ര ബൈ. ഓക്കെ ബൈ. എല്ലാവർക്കും റോഷനെ മതി. ആ കൊച്ചു പോകേണ്ട കൊച്ചു രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ റോഷൻ അവർക്ക് അറിയാത്തോണ്ടാണ്. റോഷൻ ഒരു സോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വ്ളോഗുകൾ വരും ചാനലിൽ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത്. ഓക്കെ എന്നാൽ ഗൈസ് ബിങ്കോ വാങ്ങിച്ച് ഗൈസ് ഞങ്ങൾക്ക് കഴിക്കാൻ. റോഷൻ അല്ല കേട്ടോ, ഇപ്പം വിചാരിക്കുന്നത് അവനിക്ക്. ഞങ്ങൾക്ക് വെയിറ്റിംഗ്. ഒന്ന് രണ്ട് രൂപ മണിപ്പൂർ അടിക്കുന്നതാണ്. 30 എണ്ണി കൊടുത്ത് മേടിക്കാൻ. ഓക്കെ ഏതടാ ഈ റൗഡി? ഞങ്ങൾ റോഷന് കൊടുക്കാതെ കഴിക്കുവാണ്. എന്നാടാ ആ എടി എടി. ഓ നല്ല എരി. ഓ എരിടാ. അവിടെ പോയിട്ട് നൈസ് ഒരു ടീ കുടിച്ചാൽ. ബ്രോ ഈ ഔട്ട്ഫിറ്റിന് എത്രയായി? 400. വാവ്. നഷ്ടം. ഈ ഫിറ്റ് എത്രയായി? അതെന്നോട് വരും. എൻ്റെ ഇതെനിക്ക് ഓർമ്മയില്ല. ഇത് സായിസിൻ്റെ 800. ഇത് 800 ഐ തിങ്ക് സോ. 800 or 1000 ബിലോ. ഇത് പ്രൊമോഷൻ. പ്രൊമോഷൻ. ഓ നിനക്കൊന്നും ഇല്ല ഈ ഭാഷ. അല്ല അല്ല അല്ല, ഇത് നീ അന്ന് പറഞ്ഞത്. ഈ പാന്റും അണ്ടറോ മാത്രമേ ഉള്ള. അതെ അതെ, എന്റെ ഭാഗ്യം. അതെങ്കിലും ഉണ്ടല്ലോടാ. എനിക്കറിയാം. അതും അവന്റെ അത് സ്വന്തമായിട്ട്. ഞാനും സായിസും ചെന്നൈ പോയതിനു ശേഷം നമ്മൾ ഓരോന്നേ വാങ്ങാറുള്ളൂ. ആണെങ്കിൽ ഓരോന്നേ വാങ്ങാറുള്ളൂ. കാരണം ഷെയറിംഗ് ആണ്. കാരണം അതെക്കൊണ്ട് ഷെയറിംഗ്. ഞാൻ മാറി റൂമിൽ പോയായിരുന്നു. ബാക്കി പറയാൻ എന്റെ മനസ്സ് എന്താണ് നമ്മളെ റൂമിന് കുഴപ്പം? ഇത്ര ഒത്തൊരുമയുള്ള റൂം വേറെ ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. എന്ത് അൺബോക്സ് ചെയ്യാം? അനാഥനാക്കി അതിനെ. അൺബോക്സ് ചെയ്യും. ഇവനങ്ങ് വിശ്വസിക്കുകയാണല്ലോ എല്ലാം. അൺബോക്സ് ചെയ്തു. ചേട്ടാ ഇറങ്ങാം. പോവാം. ഇതൊക്കെ മതി. ഉണ്ടാക്കുക പോവുക. പെരുന്നാളല്ലേ എല്ലാവരും വലിയ തിരക്കില്ല. പെരുന്നാളായതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. അതെ, നമ്മുടെ ട്രെയിൻ ഇപ്പം വർക്കല എത്തിയെന്നാണ് കാണിക്കുന്നത്. കടവൂർ എത്തിയിട്ടുണ്ട്. കടവൂരെന്നല്ലേ ഇത്? കടവൂർ. എവിടെ എത്തിയിട്ടുണ്ട്. ഉടനെ എത്തും. ഒരു എത്ര 15 minutes. അതിനകത്ത് നമ്മുടെ ട്രെയിൻ വരിക. ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ ഇതുവരായിട്ട് വന്നില്ല. എത്ര നേരം നമ്മൾ ഇവിടെ വന്നിട്ട്? കാപ്പിലെത്തി. കാപ്പിലെത്തി. ഇപ്പൊ എത്ര നേരം കൊണ്ട് എത്തും? വന്നിട്ടാ ഇവിടെ ഇപ്പം എത്തും. കറക്റ്റ് പറഞ്ഞാൽ നോട്. ഒരു 10 വേണ്ട. 5 4 ലോടാ 3 കാപ്പിലെത്തി കറക്റ്റ്. ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ്.
അപ്പോൾ 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ വണ്ടി ഇവിടെ എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. കയ്യില്ലാത്ത ഉടുപ്പിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? നാളെ പോണ്ടേ? ഗേൾഫ്രണ്ട് എന്താ പറയുന്നത്? ഗേൾഫ്രണ്ട് ഇപ്പം ഞങ്ങൾ ബ്രേക്കപ്പ് ബാക്കി പറ. അയ്യേ ബാക്കി പറ. 10 മിനിറ്റിനുള്ളിൽ റോഷൻ ഇവിടെ നമ്മുടെ അടുത്ത് വിട്ട പറയുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മൾ നേരെ പോവും തായ്സിൽ മന്തി കഴിക്കാൻ. പിടിക്കുന്നില്ല. ആബിദ് ഇന്നത്തെ ചെലവ് ആബിദ്, നാളത്തെ ചെലവ് നിഹാല്. ഇന്നത്തെ ചെലവ് ആബിദ്, നാളത്തെ ചെലവ് നിഹാല്. എല്ലാം മന്തി. ബിക്കോസ് വിളിക്കാൻ പോണോ? പെട്ടെന്ന് അമ്മ വിളിക്കാൻ പോടുന്നു കൊല്ലത്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു 10 മണി. റോഷൻ പയ്യെ പോയി പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? പോസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയത്തില്ല. നോക്കിയാണോ? കേൾക്കുന്നുണ്ട്. നമ്മുടെ കേൾവി ശക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. റോഷന്റെ ട്രെയിൻ വരുന്നത്. ആ ട്രെയിൻ റോഷന്റെ ട്രെയിൻ. നമ്മളെ വിട്ട് പോവാൻ പോവാണ്. റോഷൻ നമ്മളെ വിട്ട് പോവാൻ പോവാണ്. സങ്കടം ഉണ്ടാടാ പോകുന്നതിന്റെ. അതിന് മന്തി കഴിക്കുന്നതിന് ഇതടുത്ത് ഇറങ്ങി നിന്നിട്ടേ ഇത് അടുത്തെത്തുമ്പോ കിടന്നാ മതി. കിടക്കില്ലേ റോഷന്റെ ട്രെയിൻ എത്തിയേ. റോഷന്റെ സന്തോഷം നോക്കിയ ട്രെയിൻ വന്നതിന്റെ. കാണും. അവൻ AC-യിലാണ് കേട്ടാ പോണത്. ഇവിടെയാണ് അവന്റെ കമ്പാർട്ട്മെന്റ്. അവന്റെ സ്ഥലം. അവന്റെ സ്ഥലം ജനറൽ. ഇതോ പോകുന്നു. ആറ്റിറ്റ്യൂഡ് നോക്കിയാണ് ഒരു ജനറലിലേക്ക് കയറുന്നതിന്. ബാഗ് വെക്കാൻ പോവാണ്. സോറി. ഓക്കെ, അപ്പൊ റോഷൻ ബാഗ് വെച്ചിട്ട് നമ്മുടെ യാത്ര പറയാണ്ട് തിരിച്ചത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. സൈസ് നിനക്ക് സങ്കടം ഉണ്ടാടാ? മന്തി കോളൊക്കെ എടുത്ത് കളയണ. എന്താണ് പോയിട്ട് വരാം. എന്താ പറയാ, ഒന്നും പറയില്ല. വിഷമം വരുന്നു എനിക്ക്. വിഷമം വരുന്നു. ഒറ്റയ്ക്ക് നിൽക്കാൻ ആവശ്യമില്ലാതെ ചെന്നൈയിൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകുന്നത് ആണ്. ഫസ്റ്റ് ടൈമാ ഇങ്ങോട്ടേ ഞാൻ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയിട്ട്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവൻ എന്തൊക്കെ കാണിച്ചു വിട്ടും അത് ചെന്നൈ പോലുള്ളൊരു സിറ്റിയിൽ എനിക്കറിയത്തില്ല. വിളിച്ചാൽ പോലും ആരും ഇല്ല. എന്തുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പറയാം ബ്ലിങ്കിറ്റ്. അതിനൊന്നും മടി കാണിക്കാൻ എല്ലാം മേടിച്ചായിരുന്നു. അപ്പം ഓക്കെ ഗായ്സ്, സീറ്റുണ്ട്. ഓക്കെ പോയിട്ട് ശരി എന്നാ. ആഹാ പോ കൊള്ളാടെ. എനിക്ക് അപ്പൊ ഇത് പറ. ബൈ. ഓക്കെ ബൈ. ഗൈസ്, ഡു സബ്സ്ക്രൈബ്, ഫോളോ, ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുക. വീഡിയോ അങ്ങനെ റോഷൻ പോയിട്ടിട്ട് നാളെ നമുക്ക് അങ്ങനെ 3 പേർക്ക് ഒറ്റയ്ക്ക് മന്തി കഴിക്കാൻ കേസ്. അപ്പൊ നമ്മള് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സായിസ് എന്തൊരു മന്തി. ഹെൽമെറ്റ് നമ്മള് ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. റോഷൻ ഇതിനകത്ത് പോയിട്ടുണ്ട്. സീറ്റ് കിട്ടുമായിരിക്കും എനിക്കറിയത്തില്ല. അവൻ നാളെ ഉച്ചയ്ക്കല്ലേ എത്തത്തോളൂ. അവിടെ എത്തത്തോളൂ. ചെന്നൈയിലെപ്പോ എത്തും? 10 മണി. 11 മണിന്നാ പറഞ്ഞത്. 11 മണി.
നാളെ 11 മണിക്ക് അവിടെ എത്തും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം, സബ് അടിക്കണം, ബെല്ലൈക്കൺ നിൽക്കണം, ഷെയർ. ബൈ.